ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ആദ്യമേ നമുക്കൊരു ബൗളിൽ 1 കപ്പ് അരിപ്പൊടി എടുക്കാം. പിന്നെ 1/2 കപ്പ് റവ, ഇവിടെ ഉപ്പുമാവിടെ ചെറിയ റവ എടുത്തേക്കുന്നത്. അടുത്തതായിട്ട് 1/4 കപ്പ് മൈദാപ്പൊടി, ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, 1 ടീസ്പൂൺ ജീരകം, ക്യുമിൻ സീഡ്സ്, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ഇൻഗ്രീഡിയൻസ് എപ്പോഴും കറക്റ്റ് അളവിന് തന്നെ എടുക്കുക. അടുത്തതായിട്ട് 2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി ബാറ്റർ ആക്കി എടുക്കണം, ലംസ് ഒന്നും വരാതെ. പിന്നെ ഒരു 2 കപ്പ് കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. ടോട്ടൽ ഇവിടെ 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അടുത്തതായിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, 1 ഉള്ളി കുഞ്ഞായി അരിഞ്ഞെടുക്കണം. പിന്നെ 1 ടൊമാറ്റോ, അതും ചെറിയതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ ആവശ്യത്തിനനുസരിച്ച് മല്ലിയില നമ്മളുടെ ഈ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് തരുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എപ്പോഴും കറക്റ്റ് ക്വാണ്ടിറ്റി തന്നെ എടുക്കുക. ഇതിനി 1/2 മണിക്കൂർ നമുക്കൊന്ന് അടിച്ചു വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ എൻ്റെ പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, പാൻ നല്ല ചൂടായിട്ട് മാത്രമേ നമ്മൾ ബാറ്റർ ഒഴിക്കാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ദോശ കിട്ടത്തില്ല. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. പകുതി വേവ് ആകുമ്പോഴത്തേക്കിന് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയില്ലെങ്കിൽ നിങ്ങൾക്ക് ഗീ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലോണം താരന് ക്രിസ്പി ആവുന്ന വരെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ താരൻ നല്ലോണം ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, മേലിൽ തന്നെ നമുക്ക് കാണാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിടാം. 1 മിനിറ്റ് കൊണ്ട് ഇത് തിരിച്ചിട്ട് വേവിച്ചിട്ട് നമുക്ക് ഈ ദോശ റെഡി ആവുന്നതായിരിക്കും. അപ്പം എൻ്റെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ആയിട്ട് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്